സേതുവിന്റെ പല്ലിവിടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ലക്ഷ്മിയമ്മയുടെ കഴുത്തിൽ കത്തി വെച്ചോണ്ടിരിക്കുകയാണ് ഇന്ദ്രന്. ആ സമയത്ത് പല്ലി പറഞ്ഞു, നീ എന്ത് ക്രൂരതയാടാ കാണിക്കുന്നേ? അമ്മയെ വിടാനായിട്ട് പറയണം. എടാ, നീ ഇത്രയും ചതിയൊക്കെ ചെയ്തു പോരെ, വീണ്ടും എന്തിനടാ ഇതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞു, ചതിയോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ, ചെയ്തൊന്നും അല്ലാന്ന് പറയണ. ഇനിയാണ് ഞാൻ ശരിക്കും ചെയ്യാനായിട്ട് പോന്നേ. ഇവനെ ഞാൻ അങ്ങോട്ട് കൊന്നുകളയാൻ പോവാന്ന് പറയണ. ഇത് കേട്ടപ്പോ എല്ലാവരും ഒരു നിമിഷം അന്താളിപ്പോടുകൂടി ഇന്ദ്രനെ നോക്കുകയാണ്. അങ്ങനെ നിങ്ങളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാത്തിനും ഞാൻ പ്രതികളാക്കും. ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. ഇവരെ കൊന്നിട്ട് ആ ഉത്തരവാദിത്തം നിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കും. മകനും പിന്നെ വെപ്പാട്ടിയും കൂടെ ചേർന്നിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്തതെന്ന്, മാധവമേനന്റെ വെപ്പാട്ടിയും കൂടെ ചേർന്നിട്ടാണ് ഈ പണിയൊക്കെ ചെയ്തതെന്ന് പുറലോകം അറിയാനായിട്ട് പോകുന്നത്. സ്വത്തുക്കളൊക്കെ കൈയടക്കാൻ നോക്കിയ ഇവരെ കൊന്നുകളഞ്ഞു. എങ്ങനെയുണ്ട്? എന്റെ ബുദ്ധി കൊള്ളാവെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു, എടാ അതെന്റെ അമ്മയാടാന്ന് പറഞ്ഞു. അമ്മയോ? എന്തിനാടാ നിനക്ക് ഇങ്ങനെ ഒരു അമ്മയെ? നിന്നെ തള്ളിക്കളഞ്ഞല്ലേ ഇവര്, നിന്നെ വേണ്ടാന്നും പറഞ്ഞോണ്ട്. പിന്നെ നീ എന്തിനാടാ അമ്മയെ കുമ്മയെന്നും വിളിച്ചോണ്ട് പിന്നെ ഈ പിന്നാലെ വരുന്നേ? നാണം ഉണ്ടാടാ നിനക്കെന്ന് ചോദിച്ചു. അതിനുശേഷം മഹാലക്ഷ്മിയോട് പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കാം. സേതുമാധവനായിട്ട് വേഷം കെട്ടിട്ടെ ഹോട്ടൽ മറീന ഇന്റർനാഷണലിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ വേണുഗോപാലിനെ കാണാൻ ചെല്ലുന്നേ. അന്ന് ഞാന് വേണുഗോപാലിനോട് സത്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളുടെ ചരിത്രം ഭൂമിശാസ്ത്രമൊക്കെ ഞാൻ അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിളമ്പിക്കൊടുത്ത ഞാനാ. അതിനുശേഷം നിങ്ങളുടെ മകളുണ്ടല്ലോ മയൂരിയുടെ വിവാഹം മുടക്കാനായിട്ട് ആ ശ്രീകാന്ത് എന്ന് പറയുന്ന പയ്യനെ പോയി കണ്ടത് ഞാനാണ്. അത് സേതുമാധവനായിട്ട് വേഷം കെട്ടിയിട്ട് തന്നെയാ. ഇതുവരെ സേതുമാധവനായിട്ട് വേഷം കെട്ടിയിട്ടാ ഞാൻ കളിച്ചോണ്ടിരുന്നേ. അങ്ങനെ ഒടുവിൽ ഇവിടം വരെ എത്തി കാര്യങ്ങള്. ഇനി നിങ്ങളെ അങ്ങ് ഞാൻ തീർക്കാൻ പോവാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ പല്ലി പറഞ്ഞു, ദേ വേണ്ട കേട്ടോ, നീയും പ്രതിയാവൂന്ന് പറയണം. അതെ, ഞാൻ പ്രതി ആയിക്കോട്ടെ, ഞാൻ കൂട്ടുപ്രതി ആയിക്കോളാം. എന്നാലും എനിക്ക് പ്രശ്നമില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോവാന്നേ. പക്ഷേ നിങ്ങളെ അങ്ങനെ സൂഹിക്കാൻ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇന്ദ്രൻ ചിരിക്കുകയാണ്. ആ സമയത്ത് മഹാലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. മഹാലക്ഷ്മി കരയാൻ തുടങ്ങി, കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അല്പസമയം കൂടെ തനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂന്നൊരു സത്യം അവരുടെ മനസ്സിലെ പിന്തുടരുകയാണ്. അത്രയും പേര് കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുക. ഒന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെ കഴുത്ത് കണ്ടിച്ച് താഴെ ഇടുന്നാണ് ഇന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. പല്ലവി നോക്കി കഴിഞ്ഞപ്പോ അവിടെ കുറച്ച് പൂഴിമണ്ണ്, ചെടിച്ചോട്ടിലിട്ടിരിക്കുന്ന മണ്ണാണ്. പല്ലവി പെട്ടെന്ന് പറഞ്ഞു, അതെ പോലീസ് എന്ന് പറയണം. പോലീസ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോ ഒരു പകപ്പോട് കൂടി എല്ലാരും കൂടെ പുറത്തേക്ക് നോക്കണം. ആ സമയം ഇന്ദ്രനെ നോക്കി. ആ ഒറ്റ സെക്കൻഡ് മതിയായിരുന്നു പല്ലവിക്ക്. കയ്യിൽ കഴുതിയിരുന്ന ആ പൂഴിമണ്ണ് ഇന്ദ്രന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ ഏറായിരുന്നു. പെട്ടെന്ന് സേതുലക്ഷ്മിയുടെ കഴുത്തി വെച്ചിരുന്ന കൈയൊക്കെ അയഞ്ഞു. ഇന്ദ്രന്റെ കണ്ണിലേക്ക് മണ്ണ് വീണ് കഴിഞ്ഞപ്പോ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇന്ദ്രൻ ഒരു നിമിഷം പതിരിപ്പോയി. പെട്ടെന്ന് പല്ലവി എന്ത് ചെയ്തു, മഹാലക്ഷ്മി എങ്ങനെ വലിച്ചിട്ട് അമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ സമയത്ത് സേതു ചാടി അങ്ങോട്ട് കേറി. ഒറ്റ അടിയായിരുന്നു. ആ അടിക്ക് കറങ്ങിത്തെറ്റി താഴെ വീണ് ഇന്ദ്രന്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാരും കൂടെ അവനെ വളഞ്ഞു കൂടിയിട്ട് തല്ലുവാണ്. തല്ലുകൊണ്ട് അവശനായി ഇന്ദ്രൻ. എന്ത് ചെയ്യണമെന്ന് പോലും ഇന്ദ്രനെ അറിയത്തില്ല. എഴുന്നേറ്റ് ഇരിക്കാൻ പോലും പറ്റില്ല. വേണുഗോപാലും ശ്രീഹരിയും സേതുവും കൂടെ അങ്ങനെ നല്ല ഇടി തന്നെ കൊടുക്കുകയാണ്. ഒടുവില് ഋതുവിന്റെ മുന്നിലേക്ക് എന്നിട്ട് പറഞ്ഞു, ഋതു എന്നെ രക്ഷിക്കോ, ഒന്നുമല്ലേലും നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛനല്ലേ ഞാനോ, ഒന്ന് പോടോ, താന് ചത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമുള്ളൂ, എന്നാൽ ഞാൻ ചിരിക്കൂന്ന് പറയണം. അത് കേട്ടപ്പോ ഇടിയെന്നും പറഞ്ഞുകൊണ്ട് വയ്യെങ്കിലും ഇന്ദ്രൻ കൈ പൊക്കി ഋതുവിനെ അടിക്കാൻ തുടങ്ങണം. അപ്പോഴേക്കും വേണുഗോപാല് വന്ന കയ്യങ്ങ് തടഞ്ഞു. പിന്നീട് എടുത്തിട്ട് വീണ്ടും കൊടുത്തു. ഒരു വിധത്തില് ചാവാറായി ഇന്ദ്രന്റെ. ചാവാറായി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, മതി സേതു കേട്ടാന്ന് പറയണ. ഈ സമയത്ത് സേതു പറഞ്ഞു, പോടാ, എങ്ങോട്ടേലും പോ, ഇനി നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ വേച്ച് പുറത്തേക്ക് ഇറങ്ങി. ആ സമയം ശ്രീഹരി വന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. മര്യാദയ്ക്ക് കയറി പൊക്കോ, ഈ പരിസരത്ത് പോലും നിന്നെ കണ്ടേക്കല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും വേണുഗോപാലൻ നേരെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു. ലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ട്, സോറി, കാരണം എന്റെ നാവിൽ നിന്ന് വന്ന ഒരു വാക്കുമൂലം ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി നിനക്ക്. നിന്റെ മകനല്ല ആ തെറ്റ് ചെയ്ത്, നിന്റെ ജീവൻ നശിപ്പിച്ച് നിന്റെ മകനല്ല. അതുകൊണ്ടാണ് ഞാൻ സോറി പറയുന്നേ. ഞാൻ കാരണമാണ്. എനിക്ക് തെറ്റ് പറ്റിയതുകൊണ്ട് സോറി പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് വേണുഗോപാൽ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് അച്ചു ഋതുവും കൂടെ മഹാലക്ഷ്മിയുടെ അടിയിലേക്ക് വന്നു. പിന്നീട് അച്ചു പറഞ്ഞു, നിങ്ങൾ ചെയ്തുണ്ടല്ലോ വല്ല ക്രൂരമായ പ്രവൃത്തിയായിപ്പോയി. എന്നെ അമ്മയെ ഞങ്ങളെല്ലാരും ഇറക്കി വിട്ടു. പക്ഷെ എന്നെ ഋതുവിനോടും ഒക്കെ ഇങ്ങനെ ഈ പ്രവൃത്തി ചെയ്തതിന് ഞങ്ങൾക്ക് സങ്കടമില്ല. പക്ഷെ എന്റെ അമ്മയോട് ചെയ്ത ദ്രോഹം ഉണ്ടല്ലോ, അത് ദൈവം തമ്പുരാൻ പോലും പൊറുക്കില്ല.
ദൈവങ്ങൾ നിങ്ങളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഋതു പറഞ്ഞു, അതെ, ഇത്രയും വലിയ ക്രൂരകൃത്യം നിങ്ങൾ ചെയ്തില്ലേ? സേതുവേട്ടനോടുള്ള ദേഷ്യത്തിന് ഞങ്ങളെല്ലാവരെയും ഇറക്കി വിട്ടെ. പക്ഷെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു കോടതി മാപ്പ് വന്നാലും ഒരു കാരണവശാലും ദൈവത്തിന്റെ കോടതി നിങ്ങൾക്ക് മാപ്പ് തരാൻ പോകുന്നില്ല. ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദിയുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ വാഴ എല്ലാം കെട്ടിപ്പിടിച്ച് എടുത്തില്ലേ? നിങ്ങൾ ഇവിടെ നല്ല രാജ്ഞിയായിട്ട് അങ്ങോട്ട് വാഴ എന്ന് പറഞ്ഞു. പിന്നീട് പല്ലവിയോട് പറഞ്ഞു, ബാ പല്ലവി എന്ന് പറഞ്ഞ് ഋതു വിളിക്കുകയാണ്. അച്ചു ഋതുവും കൂടെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് പല്ലവി മഹാലക്ഷ്മി എന്ന് നോക്കി. മഹാലക്ഷ്മി തല കുനിച്ച് നിൽക്കുക. തല ഉയർത്താൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ശ്രീഹരി അങ്ങ് ചെന്നു. ശ്രീഹരി എന്നിട്ട് പറഞ്ഞു, ബാക്കിയുള്ളവരോട് ചെയ്ത തെറ്റിനൊക്കെ പ്രായച്ചിത്തം ചെയ്യാൻ പറ്റും, പക്ഷെ സേതുവേട്ടനോട് ചെയ്ത തെറ്റിന് മകനാണ്, സ്വന്തം മകനാണ്. അങ്ങനെ പറഞ്ഞു എന്നപ്പോഴത്തേന് സേതു ശ്രീഹരിയെ വിളിച്ചു. നിർത്തി സേതുവേട്ട, ഇനി ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ശ്രീഹരി പോയി ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്ത് അവരങ്ങോട്ട് പോവാണ്. ആ സമയത്ത് സേതു എന്ന് പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അന്നും അമ്മയോട് ആവർത്തിച്ച് പറഞ്ഞ, പക്ഷേങ്കില് ഞാൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ കുറ്റപ്പെടുത്തി. പക്ഷേങ്കില് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് അമ്മയുടെ മുന്നിൽ ബോധ്യപ്പെടുത്തണമായിരുന്നു. ഞാൻ ബോധ്യപ്പെടുത്തി. ഇല്ലെങ്കിൽ ഞാൻ മരിച്ചാല് എന്റെ അസ്തിത്വറെ പോലും എനിക്കൊരു ശാന്തി കിട്ടത്തില്ലായിരുന്നു പറഞ്ഞു. ഇതും പറഞ്ഞിട്ട് ബാ പല്ലവി എന്ന് പറഞ്ഞിട്ട് സേതു പോയി കാറിലേക്ക് കയറി. ഈ സമയം പല്ലവി പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും അമ്മയോട് പറയാനില്ല, പക്ഷേങ്കില് ഒരമ്മയും മക്കളോട് ഇങ്ങനെ ചെയ്യില്ല, ഇത്ര ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ലായിരുന്നു, ഒന്നുമല്ലെങ്കിലും പെറ്റമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് പല്ലവിയും കൂടെ അങ്ങോട്ട് പോയി. എല്ലാരും പോയി കഴിഞ്ഞപ്പോഴത്തേനും മഹാലക്ഷ്മി ഇങ്ങനെ നിൽക്കുകയാണ്. മഹാലക്ഷ്മിയും മൂർത്തിയും ഒറ്റയ്ക്കായി. പിന്നീട് എല്ലാരും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തിയും കൈയൊഴിഞ്ഞു. മൂർത്തി എന്ന് മഹാലക്ഷ്മിയോട് പറഞ്ഞു, ഇപ്പൊ ഞാനും കുറ്റക്കാരനായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തിയും കാറെടുത്ത് അങ്ങോട്ട് പോവാണ്. മഹാലക്ഷ്മി ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുകയാണ്. കുറച്ചേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പ്രതാപൻ നേരെ കുറുപ്പിനെ വിളിക്കുകയാണ്. കുറുപ്പിനെ വിളിച്ചിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് പൂർണിമ ഇപ്പം താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന്. താൻ ഇന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് പൂർണിമ അത് കേട്ടോണ്ട് വന്നു. അതുകൊണ്ട് പൂർണിമ തന്നെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടിഞ്ഞപ്പോൾ കുറുപ്പ് ചോദിച്ചു, അല്ല ഇതൊക്കെ താൻ എന്നോട് എന്തിനാ പറയണെന്ന് ചോദിച്ചു. അല്ല, നിങ്ങളോട് പറഞ്ഞിട്ട കാര്യമുള്ളെന്ന് എനിക്ക് തോന്നി, എന്നോട് എന്തിനാണോ താൻ പറയണേ? അത് കേട്ടിഞ്ഞപ്പം പ്രതാപൻ പറഞ്ഞു, അതെ ചേച്ചിയോടൊന്ന് സംസാരിക്കണം. ചേച്ചിയോട് കുറുപ്പായിട്ട് സംസാരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വീട്ടിൽ കേട്ടുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം കുറുപ്പ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണിമ കേൾക്കുമെന്ന് തോന്നുന്നുണ്ട്. കേൾപ്പിക്കണമെന്ന് പറയണ. എന്നെ എങ്ങനെയും ആ വീട്ടിൽ കയറ്റിയാൽ മതിയാവുള്ളൂ. ഇല്ലെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ പല കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് വെളിപ്പെടുത്തും. അറിയാലോ, ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് പ്രതാപൻ അത് പറഞ്ഞേ. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറച്ചു കാലം മുമ്പത്തെ ഒരു കഥ, അതായത് മാധവമ്മേനും മരിക്കുന്നതിന്റെ അന്നത്തെ കഥ ഓർമ്മയുണ്ടല്ലോ. ഞാനിനി ഓർമ്മിപ്പിക്കണോന്ന് ചോദിക്കണോ? കുറിപ്പ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് പ്രതാപൻ ആ കഥ ഓർക്കുകയാണ്. അന്ന് മാധവമേനോന് കാറിനകത്ത് വെച്ച് ചങ്കിനുമേന ഉണ്ടായ സമയത്ത് താനാണ് ആ മെഡിസിൻ എടുത്ത് കൊടുത്തത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതങ്ങനെ കഴിച്ച് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും വേദന കൂടുക ചെയ്തേ. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയൊക്കെ ചെയ്തത്. പിന്നീട് ചോദിച്ചു, അല്ല കുറിപ്പെ, ഞാൻ ആ കഥ ഒന്നുകൂടെ ഓർപ്പിക്കണോന്ന് ചോദിക്കണം. എങ്ങനെയാണ് മാധവമേനയുടെ മരണം എന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ പിന്നില് കുറുപ്പെങ്ങാണ്ടാണ് ആ ചതി ചെയ്തിരിക്കുന്നതെന്ന് തോന്നേ. കുറുപ്പ് എന്നിട്ട് നല്ല പിള്ള ചമഞ്ഞ് എല്ലാവരുടെ മുന്നിൽ നിൽക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പൊ പ്രതാപനൊരു ഭീഷണി സ്വരത്തിലാണ് പറയണത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കുറുപ്പിന് മനസ്സിലായി കളി കാര്യമാവുന്നുള്ള കാര്യം. കാരണം എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനും സ്വന്തമാക്കാനും വേണ്ടി ആ കുറുപ്പ് അങ്ങനെ ചെയ്തേന്ന് തോന്നേ. അത് പ്രകാരമാണ് കാര്യങ്ങളൊക്കെ നടത്തിയത്. മാധവമേനെ ഇല്ലാതാക്കുക എന്നുള്ള കുറുപ്പിന്റെ ലക്ഷ്യമായിരുന്നു തോന്നേ. അല്ലെങ്കിൽ ഒരു കാരണവശാലും പ്രതാപൻ ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ ഒടുവില് പൂർണിമയോട് സംസാരിക്കാന്ന് കുറുപ്പ് സമ്മതിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ സേതുവും പല്ലവിയും ഋതു വെച്ചൊക്കെ അങ്ങനെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും പൂർണിമ ഇറങ്ങിച്ചെന്നു. പൂർണിമ എന്നിട്ട് അച്ഛന്റെ കൈയെ പിടിച്ചിട്ട് പറഞ്ഞു, വിശേഷക്കാരി ഇങ്ങോട്ട് വന്നേന്ന് പറയണം. അപ്പോഴേക്കും പല്ലവി വെച്ചു, വിശേഷക്കാരിയോ? ആ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവൾക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട പല്ലവിക്ക് സന്തോഷമായി. പല്ലവി ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ടൊരു നീ ഇതുവരെയായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ എന്ന് പറഞ്ഞു. അത് പറയാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല ആരും. പിന്നീട് പല്ലവി പറഞ്ഞു, അതെ ചിലപ്പോ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ കേട്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് ഇന്ദ്രന് തല്ലുകൊണ്ട് അവശനായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരിക. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നങ്ങൾ കയറുന്ന സമയത്ത് രാജേഷ്മി ഇറങ്ങിച്ചിട്ട് എന്താടാ മോനെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിശ്വവും പാറും എല്ലാരും കൂടെ വന്നു. അവരെല്ലാരും കൂടെ കൂടിയിട്ട് പൊന്നുമളത്തുള്ള എല്ലാരും കൂടെ കൂടി എന്നെ തല്ലി ചതച്ച് ഈ അവശനാക്കിയെന്ന് പറയണം. അപ്പോഴേക്കും വിശ്വത്തോട് രാജേഷ് പറഞ്ഞു, എടാ മോനെ പിടിക്കണമെന്നൊക്കെ പറയണം. അങ്ങനെ ഇന്ദ്രനെ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാ. അപ്പോഴേക്കും പാറുവിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ഒരു കാരണമില്ലാതെ എന്താണെങ്കിലും അവരിങ്ങനെയൊക്കെ ചെയ്യത്തില്ലോ എന്നൊരു ചിന്തയുണ്ടായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.